നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കുക്കരപ്പം അഥവാ കലത്തപ്പം എന്നാണ് കേട്ടോ നമ്മളിതിനെ പറയുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരോട് കൂടിയിട്ടുള്ള കുക്കറപ്പമാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കുക്കറപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് പച്ചരിയാണ്. ഞാനിവിടെ 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 6 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, ഇതിലേക്ക് 4 അച്ച് ശർക്കര വേണം. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, 4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് നമുക്ക് ആവശ്യമുള്ളത്ര എടുത്താൽ മതി. ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ 2 ടേബിൾ സ്പൂൺ ചോറും കൂടി നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. പച്ചരി ഞാനിപ്പോൾ ഇവിടെ 6 മണിക്കൂർ നന്നായിട്ട് കഴുകിയ ശേഷം കുതിർത്തിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർത്ത ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ അരിയുടെ കൂടെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട്. വറുത്തെടുക്കാനുള്ളവ മാറ്റിവെച്ച് ബാക്കിയുള്ളവ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ 2 കപ്പ് പച്ചരി, അതായത് 250 ml 2 കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 6 ഏലക്ക തൊലി കളഞ്ഞിട്ടുള്ള അതിൻ്റെ കുരു കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം ഉപ്പ്, അതുപോലെ തന്നെ സ്വല്പം അപ്പക്കാരം അഥവാ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഉപ്പ് ടേസ്റ്റ് ബാലൻസിന് വേണ്ടി സ്വല്പം ചേർത്താൽ മതി. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. ഇപ്പോൾ 4 അച്ച് ശർക്കര ഞാനിവിടെ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അത് ചൂടോട് കൂടിയിട്ട് തന്നെ വേണ്ട നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്നാലേ നമ്മുടെ കുക്കറപ്പം നന്നായിട്ട് വേരോട് കൂടി കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിത് ചൂടോട് കൂടിയിട്ട് നമ്മുടെ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ശർക്കരപ്പാനി ഉരുക്കിയെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളുണ്ടല്ലോ, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറപ്പം തയ്യാറാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നെയ്യ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണമെന്നില്ല, നെയ്യും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് അങ്ങനെയും തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് ബ്രൗണിഷ് കളറാവുന്നത് വരേക്കും വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങാക്കൊത്തൊന്ന് ചെറുതായിട്ട് കളറ് മാറിയിട്ട് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂണോളം ചെറിയുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയുള്ളി അരിഞ്ഞതും ചേർത്ത് അത് നന്നായിട്ടൊന്ന് മൂത്തിട്ട് വരുന്നത് വരേക്ക് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് വറവായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ശർക്കരപ്പാനി ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ മാവിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മളിത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മിനിറ്റ് നേരം നമുക്ക് കുക്കർ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കാം. അതിനുശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 12 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ 12 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുക്കറൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കുക്കറപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഒരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് തട്ടിയെടുക്കാം കേട്ടോ. അപ്പോഴേ ഉള്ളൂ പെട്ടെന്ന് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ കുക്കറപ്പം നന്നായിട്ടൊന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കുക്കറൊന്ന് തണുത്തതിന് ശേഷം മാത്രം തട്ടാൻ ശ്രമിക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറപ്പൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്.
നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ പലഹാരം കൂടിയാണ് നമ്മുടെ കുക്കറപ്പം കലത്തപ്പം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കലത്തപ്പം ഇവിടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ വളരെ നാരോട് കൂടിയാണ് നമുക്ക് ഈ കലത്തപ്പം കിട്ടിയിരിക്കുന്നത്. കഴിക്കാനും നല്ല സ്വാദാണ്. അപ്പോൾ കുക്കർ കലത്തപ്പം നിങ്ങൾ ഈ രീതിക്ക് തയ്യാറാക്കിയിട്ടില്ലേ, ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.